ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യമാണെങ്കിലും ഞാനിവിടെ വായിക്കുന്നത്, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് യേശു പറഞ്ഞ ആലോചന നമ്മുടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം നാളും നാഴികയും അറിയായകൊണ്ട് എന്നാകും. യേശു തൻ്റെ പുനരാഗമനത്തിൻ്റെ പ്രാധാന്യം നമ്മെ അറിയിക്കേണ്ടതിന് ഒരു യജമാനൻ്റെയും ദാസൻ്റെയും കഥ പറയുന്നുണ്ടല്ലോ. അത് ഇപ്രകാരമായ: നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യമാണ് നാം വായിക്കേണ്ടത്. അത് നിങ്ങൾ സമയം പോലെ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ യജമാനൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രി വളരെ വൈകിട്ട് ഉണർന്നിരിക്കുന്ന ഒരു ദാസനെ നമുക്ക് ഈ ഉപമയിൽ കാണാം. ഇതുപോലെ നാമും വിളക്ക് കത്തിച്ച് ശുശ്രൂഷയുടെ തയ്യാറെടുപ്പോടെ അരകെട്ടിയും കൊണ്ട് യേശുവിനായി കാത്തിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പരദേശത്തേക്ക് പോയ ഒരു യജമാനൻ്റെ കഥ യേശു വീണ്ടും പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവൻ അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പീൻ കൽപ്പിച്ചതുപോലെയാണ്. യജമാനൻ സന്ധ്യയ്ക്കാണോ, അർദ്ധരാത്രിക്കാണോ, കോഴി കൂകുന്ന നേരത്താണോ, രാവിലെയോ എപ്പോൾ വരും എന്നറിയായതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതയോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പിൻ എന്ന്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 13-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം എപ്പോൾ സംഭവിക്കും നമുക്കറിഞ്ഞുകൂടാ. കാരണം പുനരാഗമനത്തിൻ്റെ നാളും നാഴികയും ദൈവം ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലല്ലോ. പുത്രന് പോലും അതറിയത്തില്ല സമയം. മർക്കോസ് 13-33 മുതൽ ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 32 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. എന്നാൽ മിന്നൽ കിഴക്ക് നിന്നും പടിഞ്ഞാറോളം വിളങ്ങും. യേശുവിൻ്റെ വരവും പെട്ടെന്ന് സംഭവിക്കും. ഒരുപക്ഷെ പ്രഭാതത്തിലോ അർദ്ധരാത്രിയിലോ ആവാം. യേശു എപ്പോൾ വന്നാലും തന്നെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കണം. സ്വർഗത്തിലേക്ക് പോയ യേശു നമ്മെ പല ദൗത്യവും ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുമ്പേ നാം അത് പൂർത്തിയാക്കിയിട്ടേ ഒരുക്കത്തുള്ളൂ, നമ്മളെ കൊണ്ടുപോകുകയുള്ളൂ. നോഹയുടെ ദൗത്യം പൂർത്തിയാക്കി. തന്മൂലം ജലപ്രളയത്തെ ഭയപ്പെടേണ്ടി വന്നില്ല. താൻ ഉണർന്നു ഒരുങ്ങിയും ഇരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. മറ്റുള്ളവർ നശിച്ചുപോയി. ഇതുപോലെ യേശുവിൻ്റെ പുനരാഗമനത്തിലും സംഭവിക്കും. ആരും നശിച്ചു പോകരുതെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. പക്ഷേ എന്തു ചെയ്യാം? ഉണർന്നിരിക്കാൻ പറഞ്ഞാൽ ഉണർന്നിരിക്കത്തില്ല, ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഒരുങ്ങിയിരിക്കത്തില്ല. എന്നാൽ ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക എന്ന വാക്കുകളുടെ അർത്ഥം ധന്യനായ പൗലോസ്ലീഹ രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട്. അതിവിടെ നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ചാലും സമയം മുന്നോട്ട് പോകുന്നു എങ്കിലും നാം വിശ്വസിച്ച സമയത്തേക്കാളും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചു കൊള്ളുക. നാം വിശ്വസിച്ച സമയത്തേക്കാളും രക്ഷ അടുത്ത് വന്നിരിക്കുന്നുവെന്നും രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു വരാറായി എന്നാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും
ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വച്ചൊഴിയുന്നതിനാണ് ഒരുങ്ങുക എന്ന് പറയുന്നത്. വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുന്നതിനാണ് ഉണർന്നിരിക്കുക എന്ന് പറയുന്നത്. അതായത് യേശുക്രിസ്തുവിൻ്റെ വരവിൽ നാം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ വെറിക്കൂത്തുകളും മദ്യപാനങ്ങളും ശയനമോഹങ്ങളും ദുഷ്പ്രവൃത്തികളും പിണക്കങ്ങളും അസൂയകളും ഉപേക്ഷിച്ച് പകൽ സമയത്തെന്ന പോലെ മര്യാദയ്ക്ക് നടക്കണം. ഇല്ല എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകും. ആകയാൽ വെളിപ്പാട് പുസ്തകം 16:15 വായിക്കുന്നത്, മേൽപ്പറഞ്ഞ ഇരുട്ടിൻ്റെ പ്രവൃത്തിയോ വലിച്ചെറിയണം. യേശുക്രിസ്തുവിൻ്റെ വരവിൽ നിന്റെ ലജ്ജ കാണാതിരിക്കേണ്ടതിന് ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളണം. ഇങ്ങനെയുള്ള ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നാം വലിച്ചെറിയേണ്ടവയാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവ് വരാറായി. ആ വരവിൽ നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധി ചെല്ലാൻ ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരുങ്ങാം, ഉണർന്നിരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.